അന്ന് എന്നോട് എല്ലാവരും എൻ്റെ പീപ്പിൾ ഹു ആർ വെരി സിൻസിയർ ടു മീ, ദേ ഓൾ അഡ്വൈസ് മീ ടു വൈൻഡ് അപ്പ് ദ ഷോപ്പ്, യു വിൽ ഗോ ബാങ്ക്രപ്റ്റ് എന്നുള്ളൊരിതായിരുന്നു. എല്ലാ മലയാളിയുടെ മനസ്സിൽ വേണം ഇവിടെ സക്സസ്ഫുള്ളായിട്ട് ഒരു സംരംഭം നടത്തുന്ന ആളെ സ്തുതിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു ഡു ബിസിനസ് ആൻഡ് വി നീഡ് മോർ സക്സസ്ഫുൾ ബിസിനസ്. അവിടെ നിന്നാണ് നമുക്ക് ടാക്സ് വരിക, അവിടെ നിന്നാണ് നമുക്ക് നല്ല ജോലികൾ ഉണ്ടാവുക. ഐ വാസ് സിറ്റിംഗ് വിത്ത് അന്നത്തെ KSIDC MD അമിതാഭ് കാന്ത് റൂമിൽ ഞാൻ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അമിതാഭ് വാസ് വെരി പൊളൈറ്റ് ആൻഡ് ഹി എക്സ്പ്ലെയിൻഡ് ഹൗ he could not give the loan, whatever it is. And later on he said that that was one of the biggest mistakes that he did. Anna Technopark, you won't believe, the biggest expense for me was buying the office. I bought the office paying 76 lakhs rupees. 76 ലക്ഷം രൂപ 1996 I had to pay to get the office. That was criminal. നിങ്ങൾ ലോകത്തിലെ പ്രമുഖമായൊരു എയർലൈനിൽ യാത്ര ചെയ്യുകയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ ടിക്കറ്റ് റിസർവേഷൻ, കാർഗോ കൈകാര്യം ചെയ്യുന്നത്, ലോയൽറ്റി പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു മലയാളി സംരംഭകൻ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലുണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് വെച്ചായിരിക്കും. ലോകത്തിലെ പ്രമുഖ 20 എയർലൈൻ കമ്പനികളിൽ 15 എണ്ണവും അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റിലുണ്ട്. ആ സംരംഭകനാണ് ഇന്ന് നമ്മുടെ അതിഥി. IBS സോഫ്റ്റ്വെയർസിൻ്റെ സ്ഥാപക ചെയർമാൻ VK മാത്യൂസ്. നമസ്കാരം VK. ധനം ടൈറ്റൻ ഷോയിലേക്ക് സ്വാഗതം. Thank you for having me. സാറ് പഠിച്ചത് കോതമംഗലം MM കോളേജിലാണല്ലോ, എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അന്നേരമൊക്കെ ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണം അങ്ങനെയൊക്കെ വല്ല ചിന്ത ഉണ്ടായിരുന്നോ? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇല്ലില്ല, സംരംഭം തുടങ്ങണമെന്ന് ഒരു ചിന്തയില്ല. അന്നത്തെ കാലത്ത് വളരെ റെയറാണ് ചിന്ത. അന്ന് ജോലിക്ക് പോകണമെന്ന് വരെ ചിന്ത ഉണ്ടായിരുന്നില്ല. അന്ന് പിന്നെന്തായിരുന്നു ചിന്ത? ഐ വാസ് കീൻ ടു സ്റ്റഡി മോർ. അതൊരു കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്ന ഇതാണ്. ആളുകൾക്ക് വിചാരിച്ചിരുന്നത് ഇവൻ വട്ടനാണെന്നുള്ള. എനിക്ക് അത്ര ഒരു ജോലിക്ക് പോകണമെന്ന് പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഈ പഠിത്തം നിർത്തി എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് പോയാൽ മതി ഇതായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിരുന്നില്ല. അച്ഛനൊരു വിയർഡ് സംഭവമാണ്. അന്ന് അച്ഛൻ മറ്റേ ഫെഡറൽ ബാങ്കിന്റെ സ്ഥാപക മാനേജർമാരിലൊക്കെ ഒരാളാണ്. അപ്പൊ നന്നായിട്ട് ജീവിക്കാനൊക്കെ പറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനെ പഠിച്ചു പോകാന്ന് തോന്നിയത്? ഇല്ല, നന്നായിട്ട് ജീവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാദർ ഒരു എംപ്ലോയിഡ് പേഴ്സൺ അല്ലേ. അപ്പം പിന്നെ വീട്ടിൽ ഫാമിംഗ് ആണ് പണ്ടുള്ളതുപോലെ തന്നെ. സോ വെരി മിഡിൽ ക്ലാസ് ഒരു സെറ്റപ്പിൽ നിന്നൊക്കെ വരുന്നതാണ്. അല്ല അപ്പോൾ ഒരു സാമ്പത്തിക ഭദ്രതയൊന്നും അല്ല. ഓഫ് കോഴ്സ് വി ഡിഡ്ന്റ് ഹാവ് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. എന്നാലും അങ്ങനത്തെ ഒരു അഫ്ലുവൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുള്ള ഒരു തോട്ട്സ് ആയിരുന്നില്ല അത്. പക്ഷെ ഒരു കാര്യം എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു, എനിക്ക് ഫാമിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ അപ്പോൾ വീട്ടിൽ നിന്ന് കൃഷി ചെയ്യാന്നുള്ളൊരു പരിപാടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് വളരെ ക്ലിയർ ആയിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെയാണ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ്ലി MTechന് പോയത്. ബിക്കോസ് ഐ വാസ് ഓക്കെ ടു കണ്ടിന്യൂ, നോട്ട് ദാറ്റ് ഐ വാസ് ഓവർലി കീൻ, ബട്ട് ഐ വാസ് ഓക്കെ ടു സ്റ്റഡി. ആൻഡ് എക്സാംസ് ഒന്നും എനിക്ക് ഒരു സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. അന്ന് ഈ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ അത്ര ഇതായിരുന്നോ? എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഭയങ്കര ഇതായിരുന്നു. എന്ന് വെച്ചാൽ എനിക്കൊരു വലിയ പാഷനായിരുന്നു, ഇപ്പോഴും പാഷനാണ്. ഫ്ലൈയിങ് ഈസ് എ ബിഗ് പാഷൻ ഫോർ മീ ബിക്കോസ് ഇറ്റ്സ് എൻ അമേസിങ് ടെക്നോളജി പ്ലസ് ഇറ്റ്സ് എൻ അമേസിങ് ഇൻഡസ്ട്രി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അന്ന് ഒരു ഫ്ലൈയിങ്ങിനോട് താല്പര്യം എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ടുള്ളതല്ലല്ലോ. കുട്ടികൾക്ക് എയ്റോപ്ലെയിനോട് പൈലറ്റ് ആവണമെന്ന് പറയുന്നത് പോലെ ഒരു ഫാസിനേഷനാണല്ലോ, ഒരു ഇൻഫോംഡ് പാഷനൊന്നുമല്ല, ഒരു ഫാസിനേഷനായിരുന്നു. ബട്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഈസ് വൺ ഓഫ് ദ ടഫസ്റ്റ് എഞ്ചിനീയറിംഗ്. ഹൈലി മാത്തമാറ്റിക്. നമ്മൾ വിചാരിക്കും ഇത് ഈ പറക്കുന്നത് പോലെയുള്ള സംഭവങ്ങളാണ് എന്നുള്ളത്. അതല്ല, അത് ഇന്നത്തെ കയറി കഴിയുമ്പോഴാണ് ഇറ്റ്സ് ഹൈലി മാത്തമാറ്റിക്കലായിട്ടുള്ള, അത്ര എളുപ്പമുള്ള ഒരു ഫീൽഡല്ല എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. ഇറ്റ്സ് ക്വൈറ്റ് ടഫ്. അപ്പോൾ എയർ ഇന്ത്യയിൽ ഒരു ഓപ്പണിംഗ് കണ്ടിട്ടാണോ അപ്ലൈ ചെയ്ത് പോയതാണോ അല്ലെങ്കിൽ? അപ്ലൈ ചെയ്ത് പോയതാണ്. ഒരു ഓപ്പണിംഗ് കണ്ടിട്ട് അപ്ലൈ ചെയ്ത് പോയതാണ്. പിന്നെ അവിടെ നിന്നാണ് എമിറേറ്റ്സിലോട്ട്? അവിടെ നിന്നാണ് എമിറേറ്റ്സിലേക്ക് വരുന്നത്.
ഈ എയർ ഇന്ത്യയും എമിറേറ്റ്സും തമ്മിലുള്ള ആ എമിറേറ്റ്സിൽ ചെന്നപ്പോൾ എന്തായിരുന്നു, അതൊരു എമിറേറ്റ്സിൻ്റെ ഒരു വേറൊരു കാലഘട്ടത്തിലോട്ട് കിടക്കുകയായിരുന്നല്ലോ സാറ് ചെന്നപ്പോൾ? ഞാൻ ചെല്ലുമ്പോൾ 84 എമിറേറ്റ്സ് ഇല്ല. എമിറേറ്റ്സിൻ്റെ ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പേരൻറ്റ് കമ്പനി ദുബായ് നാഷണൽ എയർ ട്രാവൽ ഏജൻസി, ഡൊനാട്ടോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എന്നെ റിക്രൂട്ട് ചെയ്യുന്നത്, ഹയർ ചെയ്യുന്നത്. അന്ന് കുറച്ച് അവർക്ക് എയർലൈൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ റിക്രൂട്ട് ചെയ്യാൻ കാരണം അവർ ദേവർ എവറിത്തിങ് ഓഫ് ലൈക്ക് എൻ എയർലൈൻ വിതൗട്ട് ഫ്ലൈയിങ് എയർപ്ലെയിൻസ്. ഒരു 25 എയർലൈൻസിൻ്റെ ജനറൽ സെയിൽസ് ഏജൻറ്റ്സ്, അവരുടെ എയർപോർട്ട് ഹാൻഡ്ലിങ്, കാർഗോ ഹാൻഡ്ലിങ്, അങ്ങനെയുള്ള ഒരു ടിക്കറ്റ് സെയിൽസ്, ഒരു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് സർവീസ് ഉണ്ടായിരുന്നു ഇല്ല. എമിറേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ചെന്നതിന് ശേഷം ഒരു 2 വർഷത്തിന് ശേഷമാണ് എമിറേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1.25 വർഷം ടു ബി പ്രിസൈസ്. ഒക്ടോബർ 1985 എമിറേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എമിറേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിക്കോസ് ഓഫ് മൈ എയർ ഇന്ത്യ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുണ്ട്. സോ ഐ മൂവ് ടു എമിറേറ്റ്സ് എമിറേറ്റ്സിൻ്റെ സിസ്റ്റംസിലേക്ക് മാറി. ദെൻ ഓൾമോസ്റ്റ് 13-14 years ഐ വാസ് വിത്ത് എമിറേറ്റ്സ്. അപ്പോൾ ദുബായിലായിരുന്നു. എൻ്റെ ഡൊനാട്ടോയിലെ വർക്കും ദുബായിലായിരുന്നു 84 മുതൽ. സോ 85 ശേഷം ഐ വാസ് ഫുള്ളി വിത്ത് എമിറേറ്റ്സ്. അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഫോർമേറ്റീവ് സ്റ്റേജിലാണല്ലോ അവിടെ ജോയിൻ ചെയ്യുന്നത്. സോ നമ്മളൊരു കമ്പനിയുടെ തുടക്കത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ ദ കമ്പനി ഈസ് വെരി സ്മോൾ, യു നോ എവറിബഡി, യു നോ ഓൾ ഫങ്ഷൻസ്, എല്ലാ ഫങ്ഷൻസും അറിയാം, എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിൻ്റെ ഒരു ഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ. അപ്പോൾ നമുക്കങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഫോർ ലേണിംഗ്. സോ ഐ യൂസ് ടു ട്രാവൽ എക്സ്റ്റെൻസീവ്ലി. ഓരോ ഓഫീസസ് തുടങ്ങുന്ന സ്ഥലത്തും, ലണ്ടനിലാണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഇന്ത്യ, അങ്ങനെ പല സ്ഥലങ്ങളിലും പോകാനും. ആ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. ഈവൻ ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ഫാൻസി ആണെങ്കിലും ഇറ്റ്സ് എ വെരി ടെക്നിക്കൽ ഇൻഡസ്ട്രി. സോ അതും പഠിക്കാനും മനസ്സിലാക്കാനുള്ള ചാൻസ് കിട്ടി. ഈ എമിറേറ്റ്സിലെ വളരെ നല്ല ജോലി, സുഖകരമായ ജീവിതം, അന്നത്തെ കാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ, അതായത് അത്രയും ചെറിയ പ്രായത്തിൽ അത്രയും വലിയ പൊസിഷനിലെത്തുന്ന ആൾക്കാരൊന്നും അന്ന് ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയായിരുന്നു. എന്തിനാ പിന്നെ ആ ജോലിയൊക്കെ വിട്ടേ? സോ സത്യം പറഞ്ഞാൽ ജോലി വിടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാ കംഫർട്ടും ഉണ്ടായിരുന്നു. ഐ വാസ് സ്റ്റേയിങ് ഇൻ എ വില്ല ഇൻ ജുമൈറ ആൻഡ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. കുട്ടികളുടെ പഠിപ്പൊക്കെ അവരൊക്കെ തന്നെയാണ്. അതെ. എക്സ്പാറ്റ് പാക്കേജ് ആണല്ലോ. അപ്പോൾ അത് യു ആർ വെരി വെൽ ടേക്കൺ കെയർ ഓഫ്. ഇറ്റ്സ് എ ഗുഡ് കമ്പനി. ഐ ഹാഡ് വെരി ഗുഡ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു നീഡ്, ഒരു ഇൻഡസ്ട്രി നീഡഡ് നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി സൊല്യൂഷൻസ്. ആൻഡ് ഒരു സപ്ലയറും അന്ന് IBM യൂണിസിസുമാണ്, 2 കമ്പനികൾ മാത്രമാണ് പ്രധാനമായിട്ട്. അവരും പിന്നെ ഈവൻ ഇന്ത്യയിൽ നിന്നുള്ള TCS, അവരെല്ലാം വളരെ സ്മോളാണെന്ന്. nobody was interested, nobody had the guts to invest and create technology for aviation. ഞാൻ അപ്പോൾ ഒരു ബയർ സൈഡിലാണ്, ആൻഡ് അവരെല്ലാം സപ്ലയേഴ്സാണ്. നോബഡി വാസ് ഇൻട്രസ്റ്റഡ് ആൻഡ് ഐ വാസ് ഓൾസോ വെരി ആക്റ്റീവ് ഇൻ ഞങ്ങളുടെ എയർലൈൻ യൂസർ ഗ്രൂപ്പുകളിൽ. സിമിലർ, ഞങ്ങൾ IBM സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ യൂസർ ഗ്രൂപ്പിൽ ഐ വാസ് വെരി ആക്റ്റീവ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഒരു നീഡാണത്, ആൻഡ് ഒരു അൺമെറ്റ് ഡിമാൻഡുമാണ്. സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. സോ വളരെ സന്തോഷമായിട്ട് എല്ലാവരോടും, നോബഡി വാണ്ടഡ് മീ ടു ലീവ്. അവരാരും ഒരിക്കലും ലീവ് ചെയ്തെന്ന് നിർബന്ധിച്ചിട്ടുള്ളവരാണ്. ഒത്തിരി നല്ല ബന്ധങ്ങൾ ഇപ്പോഴും ഐ ഹാവ് വിത്ത് ദം. But I was decided to come out and do it, and that was the power of that purpose was driving me. ശരിയാണ് സാറ്, നീഡ് മനസ്സിലാക്കി, കാര്യങ്ങളൊക്കെ അറിയാം, എന്താണ് വേണ്ടതെന്ന് അറിയാം. പക്ഷെ അതുമാത്രം പോരല്ലോ, ഒരു സംരംഭം തുടങ്ങാൻ എന്തായാലും കുറേ പണമൊക്കെ വേണ്ടി വരുമല്ലോ. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അതൊരു വലിയ സംഭവമാണ്. അതാണ് ഏറ്റവും വലിയ ഒന്ന്. വാട്ട് എവർ ദാറ്റ് ഐ ഹാഡ്, പുറത്ത് 10-15 വർഷമൊക്കെ വർക്ക് ചെയ്ത് ഉള്ള വാട്ട് എവർ സേവിങ്സ് ദാറ്റ് ഐ ഹാഡ്, പിന്നെ കുറച്ച് ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയും അതുമൊക്കെ ഉണ്ടായിരുന്നു. ആ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി കംപ്ലീറ്റ് കൊളാറ്ററലായിട്ട് അന്നത്തെ കാലത്ത് ഐ ഗോട്ട് എ ലോൺ ഓഫ് $1.1 million ഫ്രം കാനറ ബാങ്ക്. സോ ദാറ്റ് വാസ് absolutely needed for me to start the business. അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യില്ല. അത് കിട്ടാതിരിക്കാൻ നല്ല ചാൻസ് ആയിരുന്നു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ്
അതും ഒരു നിമിത്തം എന്ന് പറയാൻ കാരണം വെച്ചാൽ KSIDC ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇതിനു വേണ്ടി അപ്രോച്ച് ചെയ്തത്. കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അന്നത് ബിക്കോസ് ഈ സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് ലെൻഡ് ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല. കാരണം പ്ലാന്റ് ആൻഡ് മെഷീനറി ഇല്ല, എന്താ പ്ലഗ് ചെയ്യണമെന്നറിയാല, ഇവരെന്ത് ഉണ്ടാക്കുന്നറിയാൻ മേല, അങ്ങനത്തെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് they were all quite hesitant. I was very hopeful KSIDC ലോൺ കിട്ടുമെന്ന്. ആദ്യം ഞാൻ അപ്രോച്ച് ചെയ്തത് എൻ്റെ ഫാദർ ഹിസ്റ്ററി ഉള്ള ഫെഡറൽ ബാങ്കിലാണ്. അവർക്കും സെയിം പ്രെഡിക്കമെൻ്റ് ആയിരുന്നു. ദേ കുഡ് നോട്ട് ഗിവ് മീ ലോൺ ബിക്കോസ് ദേ ഹാവ് നോ ക്ലൂ വാട്ട് ഐ എം ഡൂയിങ്, എന്ത് പ്ലഡ് ചെയ്യും. ആൻഡ് ദിസ് ഈസ് നോട്ട് എ സ്മോൾ എമൗണ്ട്. അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു എമൗണ്ട് ഡോളർ ഇക്വലൻ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ ഡോളർ ലോൺ ബിക്കോസ് ഐ നീഡഡ് ഡോളർ ലോൺ ടു ഇമ്പോർട്ട് മെഷീനറി, ഈ കമ്പ്യൂട്ടേഴ്സൊക്കെ. ടു കട്ട് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, ഒരിക്കൽ അവസാനം ഐ വാസ് സിറ്റിംഗ് വിത്ത് അന്നത്തെ KSIDC MD അമിതാഭ് കാന്ത് റൂമിൽ ഞാൻ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അമിതാഭ് വാസ് വെരി പൊളൈറ്റ് ആൻഡ് ഹി എക്സ്പ്ലെയിൻഡ് ഹൗ ഹി കുഡ് നോട്ട് give the loan whatever it is, and later on he said that was one of the biggest mistakes that he did. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. And I also ended up becoming a director of KSIDC later. അപ്പോൾ അന്ന് എൻ്റെ കോൺവെർസേഷൻ കേട്ടുകൊണ്ട് സെയിം റൂമിൽ കാനറ ബാങ്കിൻ്റെ ചീഫ് ജനറൽ മാനേജർ ഉണ്ടായിരുന്നു, പ്രഭ എന്ന പുള്ളിയുടെ പേര്. അതായത് അപ്പോൾ I was explaining to Amitabh once again what I was planning to do. So he had the whole story. And for some reason, he thought this is an opportunity for his bank. And he thought that this is a genuine case. He asked me to submit the whole thing. And അപ്പം ഞാൻ ഈ പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടും ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടും എൻ്റെ പ്രപ്പോസൽ ഇറ്റ് സെൽഫ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം സാധാരണ ഒരു പ്രപ്പോസൽ. കുറച്ചുകൂടെ ഒരു അന്നത്തെ കാലത്ത് നാട്ടിൽ കാണാത്ത രൂപത്തിലുള്ള ഒരു ഫിസിക്കൽ പ്രസൻറ്റേഷനും ഒക്കെ ആയിരുന്നത്. സോ he tried his best to get me approvals in very short time. And അന്ന് ഞാൻ പ്രഭയെ അവിടെ വെച്ച് കണ്ടില്ലായിരുന്നു. അന്ന് എൻ്റെ റിട്ടേൺ, once I go to Dubai, I was determined not to pursue it anymore because without that money you cannot. അന്ന് അതിനൊരു റീസണും ഉണ്ട്. ഇത്രയും വലിയൊരു തുകയൊന്നും സാധാരണ ഒരു ചെറിയ കമ്പനി തുടങ്ങാൻ ആവശ്യമില്ല. അന്ന് ടെക്നോ പാർക്കിലെ ഒരു യു വോണ്ട് ബിലീവ് ദ ബിഗസ്റ്റ് എക്സ്പെൻസ് ഫോർ മീ വാസ് ബൈയിങ് ദി ഓഫീസ്. ഐ ബോട്ട് ദി ഓഫീസ് പേയിങ് 76 lakhs rupees. 76 ലക്ഷം രൂപ 1996 I had to pay to get the office. That was criminal in my view. But the reason why they did was previously ലീസൊക്കെ കൊടുത്ത ആളുകൾ ഒരുപാട് ഡിഫോൾട്ടൊക്കെ വന്നു. So they insisted that you have to buy. So that was and of course later അത് സ്കീമൊക്കെ ചേഞ്ച് ചെയ്തു. ദെൻ ഒബിയസ്ലി ഓഫീസ് ബിൽഡ് ചെയ്യണം, കമ്പ്യൂട്ടേഴ്സ് വാങ്ങണം, അന്നൊക്കെ എക്സ്പെൻസീവ് ആണ്, കമ്പ്യൂട്ടേഴ്സ് സെർവേഴ്സ് വാങ്ങണം, ഇതൊക്കെ ഉള്ള ഇതായിരുന്നു. സോ ദാറ്റ്സ് ദ സ്റ്റോറി, ദാറ്റ്സ് ഹൗ ദ ഹോൾ തിങ് ഹാപ്പൻ. ഈ ദുബായിലാണ് 14 വർഷത്തോളം ജീവിച്ചത്. അത്രയും എയർലൈൻ കമ്പനികളായിട്ട് നല്ല ബന്ധമുണ്ട്. നമ്മൾ തുടങ്ങാൻ പോകുന്ന സംരംഭം ആ മേഖലയിലാണ്. പിന്നെ എന്തിനാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്? സോ അന്ന് ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഈസ് 1990s. ഒരു 1990s ഒരു മിഡ് കാലഘട്ടത്തിലൊക്കെ വന്നപ്പോഴത്തേക്കും ഇന്ത്യസ് ടെക്നോളജി കോമ്പിറ്റൻസ് ഒരു ദാറ്റ് വാസ് എ നോൺ ഫാക്ട്. ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, ഞാൻ IT പാസ്സാകുമ്പോൾ ആ സമയത്ത് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, TCSൻ്റെ ആൻഡ് എയർ ഇന്ത്യയുടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു ഞാൻ പാസ്സാവുന്ന സമയത്ത്. അന്ന് ഞാൻ ആർമിക്ക് പോകാനുള്ള റീസൺ വേറെയായിരുന്നു, അല്ലാതെ ഐ വുഡ് ഹാവ് ബീൻ ഇൻ TCS. അന്ന് TCSും അന്ന് ഹയർ ചെയ്തിരുന്നത് ആദ്യം IITs എന്നായിരുന്നു, ടോപ്പ് നോച്ച് സ്കൂളിൽ നിന്നായിരുന്നു. ആൻഡ് ഓൾ ഓഫ് ദം മെയ്ഡ് എ റിമാർക്കബിൾ ഇംപ്രിൻറ്റ് ഇൻ ടെക്നോളജി. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ടെക്നോളജി ഒന്നും അറിയില്ലായിരുന്നു, ബട്ട് ഇന്ത്യ ഹാഡ് വെരി ഗുഡ് റിസോഴ്സ്. അത് കസ്റ്റമറിന് നമ്മൾ ബോഡി ഷോപ്പിംഗ് പോലെയൊക്കെ ആയിരുന്നു.
അപ്പോൾ ഇന്ത്യ ആൻഡ് ടെക്നോളജി വാസ് എ നോൺ തിങ് വളരെ കമ്പറ്റിറ്റീവാണ്. ഇപ്പോൾ ഞാൻ UK-യിലോ സ്വിറ്റ്സർലൻഡിലോ അല്ലെങ്കിൽ ദുബായിലോ ഒരു സെറ്റപ്പ് ചെയ്യുന്നതിനേക്കാളും ഇറ്റ് വിൽ ബി ഫാർ മോർ ഇക്കണോമിക്കൽ ടു ബി ഇൻ ഇന്ത്യ. ദ ഓൺലി റീസൺ വൈ വി കെയിം ടു ഇന്ത്യ, two reasons: availability of talent, second competitiveness. അതുകൊണ്ടാണ്. പിന്നെ ടെക്നോ പാർക്കിലേക്ക് വന്നത് എങ്ങനെയാണ്? ബാംഗ്ലൂർ ആവാലോ. ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ ഞാൻ ഹയർ ചെയ്തതും കൂടെയാണ്, റെൻറ്റ് ചെയ്തതാണ് ഓഫീസ്. ഇന്ത്യയിൽ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ ചെന്നൈയിൽ വന്നപ്പോൾ എൻ്റെ ഒരു കസിൻ ചെന്നൈയിലുണ്ടായിരുന്നു. പുള്ളി IIT-യിൽ പഠിപ്പിക്കുന്ന പ്രൊഫസറായിട്ട്, വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് US നിന്ന് വന്ന. So he told me when we were about to finalize, I paid the advance in Bangalore. അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ I was just visiting him. So he told me, Trivandrum, the Technopark you must visit and you must go and meet Vijayaraghavan. എന്ന് പറഞ്ഞ് അങ്ങനെ ടെക്നോപാർക്കിൽ വന്നപ്പോൾ I was very impressed by the concept of Technopark. ഒരു 100 ഏക്കർ സ്ഥലത്ത് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആയിട്ടുള്ള. സോ വെൻ ഐ ലുക്ക്ഡ് അറ്റ് മൈ പൊട്ടൻഷ്യൽ ക്ലയൻറ്റ്സ് ഫ്രം യൂറോപ്പ് ആൻഡ് US, ദിസ് വിൽ ബി ഫാർ മോർ അപ്പീലിംഗ് ടു ദെം ദാൻ ബാംഗ്ലൂർ എന്നെനിക്ക് തോന്നി. ലേറ്റർ ഓൺ ഒരു ആഫ്റ്റർ തോട്ട് ആയിട്ടാണ് ദാറ്റ് ഡിസിഷൻ എൻഡഡ് അപ്പ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ഫോർ IBS എന്ന് എനിക്ക് പിന്നീട് തോന്നാൻ കാരണം, ഇഫ് ഐ സ്റ്റാർട്ടഡ് ഇൻ ബാംഗ്ലൂർ ഇൻ 97, അപ്പോൾ ശരിക്കും IT അങ്ങ് ബൂം ചെയ്യുന്ന സമയം ഇന്ത്യയിൽ, ഐ വുഡൻറ്റ് ഹാവ് ബീൻ ഏബിൾ ടു റിംഗ് ഫെൻസ് ആൻഡ് ക്രിയേറ്റ് എ വെരി ഡിഫറെൻറ്റ് കൾച്ചർ. a culture where people take pride in their work, they are deeply committed to it, and they work with a sense of integrity, openness, and with respect to each other. ആ ഒരു കൾച്ചറിൽ IBS-ൻ്റെ ഒരു കൾച്ചർ ഈസ് വെരി ഡിസ്റ്റിങ്ക്റ്റ് എന്ന് ഞാൻ വളരെ പ്രൗഡായിട്ട് പറയും. അതെനിക്ക് ഒരുപക്ഷെ ബാംഗ്ലൂർ സാധിക്കില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അതൊരു മെൽറ്റിംഗ് പോട്ടായിരുന്നല്ലോ. ഇവിടെ ആയിരുന്നെങ്കിൽ ഇറ്റ് വാസ് ജസ്റ്റ് അബൌട്ട് സ്റ്റാർട്ടിങ്, സോ വി വർ ഏബിൾ ടു ബിൽഡ് ഇറ്റ്. ആൻഡ് so from that point of view, I would always say that starting IBS in Trivandrum was one of the best things that I've done. അന്ന് മുഖ്യമന്ത്രി നായനാരായിരുന്നല്ലോ. അതെ. അദ്ദേഹമായിട്ട് എങ്ങനെയാണ് സംസാരിച്ചിരുന്നു? അദ്ദേഹം പല പ്രാവശ്യം അദ്ദേഹം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. വളരെ റീഅഷ്യൂറിങ് ആയിരുന്നു. അതിനു മുമ്പ് പുള്ളി US-ലൊക്കെ പോയി കുറേ IT കമ്പനികളൊക്കെ കണ്ടായിരുന്നു. അങ്ങനെയാണ് ടെക്നോപാർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഒരു ഇത് നമുക്ക് ഇവിടെ തുടങ്ങിയ ആളുകൾക്ക് ജോലി കിട്ടും, ഇറ്റ് ഈസ് ഗുഡ് എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് എക്സ്ട്രീംലി സപ്പോർട്ടീവ്. എനിക്കൊരു ഈ ഹെഡ് ലോഡ് വർക്കേഴ്സിൻ്റെ ഒരു ചെറിയ പ്രശ്നം വന്നു. വലിയ എയർ കണ്ടീഷനിങ് യൂണിറ്റ്സ് ഹരിയാനയിൽ നിന്ന് വന്നു. അവിടെ നിന്ന് ഈ യൂണിറ്റ്സ് എല്ലാം ഇത്രയും 3000 കിലോമീറ്ററോളമുണ്ട്. ഇവിടെ വരുന്നതിന് ഉള്ളതിനേക്കാൾ കൂടുതൽ പൈസ ഇത് അൺലോഡ് ചെയ്യാനായിട്ട് ചോദിച്ചു. നടന്ന സംഭവമാണ്. അന്നത്തെ കാലമാണ് നോക്കുക. അപ്പം ഞാൻ നേരെ ചീഫ് മിനിസ്റ്റർ വിളിച്ചു. പുള്ളി പറഞ്ഞു, മാത്യു വരൂ കാണാം നമുക്കെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ ഓഫീസിൽ ചെന്നു. അപ്പോൾ ഇത് പറഞ്ഞു, അത് വിട്ടേക്കൂടോ, അത് കുഴപ്പമില്ല, ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട്. സോ ദാറ്റ് വാസ് സോർട്ടഡ് ഔട്ട് ഇമ്മീഡിയറ്റ്ലി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ഒരു കാര്യം ചോദിച്ചു, സെക്രട്ടറിയിൽ കയറിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ ഒന്ന് കറങ്ങിയിട്ട് വരാൻ പറഞ്ഞു. സോ ഐ ഡോണ്ട് നോ എന്തിനാ പുള്ളിയോട്. അപ്പം കറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഇതൊരു വല്ലാത്തൊരു അനുഭവമായി പോയതാണ്. ബിക്കോസ് പീപ്പിൾ ആർ ബറീഡ് അണ്ടർ ഈ ഫയലിനകത്ത് ബറീഡായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളങ്ങനെയൊന്നും വർക്ക് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ബി ഫാർ മോർ എഫിഷ്യൻറ്റ്. അപ്പം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു എന്നോട്. അപ്പം ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് മെക്കനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി എഫിഷ്യൻസി വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ ജോലിക്കാരെന്ത് ചെയ്യും? ബട്ട് വാട്ട് ഐ ഗ്യാതേർഡ് ഫ്രം ഇറ്റ് ഈസ് ദാറ്റ് ഹി വാസ് വെരി മച്ച് ഫോർ എഫിഷ്യൻസി. ആളുകളുടെ അവരുടെ ആ ജോലിക്കാരുടെ ജോലിയെക്കുറിച്ച് പുള്ളിക്ക് ഭയങ്കര ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അധികം നല്ല മനുഷ്യനാണ്. IBS ഇനോഗ്രേറ്റ് ചെയ്ത അദ്ദേഹമാണ്. He came and he inaugurated and he supported. Yeah.
Luxury, convenience, and a commitment to green living. Vigaland Homes presents Biophilic Urban Homes. ഇന്ത്യന്ന് ഇത്രയ്ക്ക് വളരെ ഭയങ്കര ടെക്നോളജി, ഭയങ്കര സങ്കീർണമായ നൂതനമായ ടെക്നോളജിയാണല്ലോ സാർ എയർലൈൻ കമ്പനികൾ കൊടുക്കണേ. അപ്പോൾ ഒരു ഇന്ത്യന്ന് ഒരു കേരള കമ്പനി ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ മറ്റ് ഇൻ്റർനാഷണൽ എയർലൈനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. So for us, the first task is to prove that നമ്മളുടെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ പ്രോഡക്ട്സ് can be as sophisticated or if not more sophisticated than the products which are built there എന്നുള്ളത്. അത് ആരുടെയും കുറ്റമല്ല, അവരുടെയും കുറ്റമല്ല. കാരണം ഒരു നല്ലൊരു ഇതിപ്പം സർവീസസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ IT സർവീസസ് കമ്പനിക്ക് കുഴപ്പമില്ല, ആളുടെ കോഗ്നറ്റീവ് സ്കിൽസ് മാത്രം മതി. ഇത് നമ്മളുടെ ഒരു ബിസിനസ് ഡൊമൈൻ സൊഫിസ്റ്റിക്കേഷൻ ഉള്ളവർക്കാണ് എന്തുണ്ടാക്കണം എന്നും അറിയാൻ പറ്റുള്ളൂ. വാട്ട് ഷുഡ് ബി നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഇന്നത്തേക്കല്ല, ഇറ്റ്സ് ബേസിക്കലി ദ ഫ്യൂച്ചർ ഓഫ് ദി ഇൻഡസ്ട്രി വി ആർ ടു എൻവിഷൻ ടു. കാരണം ഇതൊരു 10-20 വർഷത്തേക്ക് ഹെഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. അത് അവർക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റില്ല. എ പ്ലേസ് ലൈക്ക് കേരള ആൻഡ് വി ഡിഡ്ന്റ് ഹാവ്. നമുക്ക് ആ ഒരു ഏവിയേഷൻ സൊഫിസ്റ്റിക്കേഷനോ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിങ്ങിൻ്റെയോ ഫ്ലൈറ്റ് ഓപ്പറേഷൻസിൻ്റെയോ ഡിസ്റപ്ഷൻ ഹാൻഡ്ലിങ്ങിനോ ഇങ്ങനത്തെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു ധാരണയില്ല നമ്മുടെ ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ IBSൻ്റെ പ്രോഗ്രസ്സിനും ഡെവലപ്മെൻറ്റിനും അക്വിസിഷൻ, ഈ കേപ്പബിലിറ്റി അക്വിസിഷൻ വാസ് എ കീ റിക്വയർമെൻറ്റ്. അതുകൊണ്ടാണ് IBS വളരെ ഇയർലി ഓൺ തൊട്ട് കമ്പനികളെ ഏറ്റെടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 10 കമ്പനികളോട് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും ദാറ്റ്സ് എ കണ്ടിന്യൂ. ബട്ട് നൗ അക്വിസിഷൻ ഹാസ് എ ഡിഫറെൻറ്റ് പർപ്പസ്, വേറൊരു പർപ്പസാണ്. അന്ന് ഡൊമൈൻ കോമ്പിറ്റൻസ് കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു അധികവും അക്വിസിഷൻ. ആദ്യത്തെ ക്ലയൻറ്റ് സിസ്വെയർ ആയിരുന്നില്ലേ? ഇതെങ്ങനെയാണ് ആ ബന്ധം, നമ്മുടെ എമിറേറ്റ്സിലൊക്കെ ഉള്ള ബന്ധം വെച്ചാണോ അതോ ആദ്യം അങ്ങനെ ഒരു ക്ലയൻറ്റിലോട്ട് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? സോ ഒരു ക്ലയൻറ്റിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആദ്യം ക്ലയൻറ്റിന് നമുക്കൊരു ആക്സസ് വേണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്, അത് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള അവരെ കൺവിൻസ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളുടെ പരിചയം ഒരു വലിയ ഫാക്ടർ, നമ്മുടെ ട്രാക്ക് റെക്കോർഡ് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ അവർക്ക് അന്ന് അവർ they were betting on me because they knew me for so long and we worked together. ഞാൻ വർക്ക് ചെയ്തത് അവൻ്റെ CEOയും അതിൻ്റെ ടോപ്പിലുള്ള ആളുകളായിരുന്നു. 3 പേരായിരുന്നു ഈ മെക്കേറ്ററിൻ്റെ ബോർഡിലുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇപ്പോഴും റിലേഷൻഷിപ്പുണ്ട്. സോ ദേ വർ ബെറ്റിംഗ് ബേസിക്കലി ഓൺ മീ. അങ്ങനെയാണ് ഇത് അവരുമായിട്ട് ഇത് കിട്ടാൻ ചാൻസ്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ഇനീഷ്യലി വെൻ യു ആർ, ബട്ട് വൺസ് യു ആർ എസ്റ്റാബ്ലിഷ് ദെൻ ഇറ്റ്സ് ഈസിയർ, ദേ വിൽ കം ആഫ്റ്റർ യു. ബട്ട് ഇനീഷ്യലി നമ്മളുടെ പരിചയവും, ആ പരിചയത്തിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ യു ഹാവ് എ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ആൻഡ് അല്ലെങ്കിൽ ആളുകൾക്ക് ലൈഫ് ഇസ് യു ഹാവ് ലി സോ മച്ച് ടൈം ആൻഡ് നോ മോർ. സോ നോട്ട് എവറിബഡി യു വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് ലിസണിങ്. നോ. സോ ആദ്യം തന്നെ നമുക്ക് എയർലൈൻ പ്രോഡക്ട്സ് ഒക്കെ വിൽക്കാൻ പറ്റിയിരുന്നോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ആയിരുന്നോ? ആദ്യം തന്നെ നമ്മൾ വിചാരിച്ച പോലെയുള്ള പ്രോഡക്റ്റ് ഒക്കെ വിൽക്കാൻ പറ്റിയിരുന്നോ? ആദ്യം ഉണ്ടാവില്ലല്ലോ. സോ നാച്ചുറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആദ്യം ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, വി വിൽ ഓൺലി വർക്ക് വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജീസ്. ലെഗസി പണ്ടുള്ള ടെക്നോളജീസിലൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. അങ്ങനത്തെയുള്ള കമ്പനികൾ വളരെ ചുരുക്കമുള്ളൂ. സോ ജാവ ടെക്നോളജീസ്, മൾട്ടി ടിയർ ആർക്കിടെക്ചേഴ്സ് എന്നൊക്കെയുള്ള പുതിയ ടെക്നോളജീസിലാണ്. അതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. സോ വി വർ ബേസിക്കലി ഡൂയിങ് ദ ബിൽഡിംഗ് ഓഫ് സൊല്യൂഷൻസ് യൂസിങ് ന്യൂവർ ടെക്നോളജീസ്. അതായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് കഴിഞ്ഞ് ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഗോ ലൈവ് ആകുന്നത്, ആദ്യത്തെ പ്രോഡക്റ്റ് ഗോ ലൈവ് ആകുന്നത് ഏതാണ്ട് 2004 ആദ്യത്തെ പ്രോഡക്റ്റ്. അതൊരു ചെറിയ എയർലൈനിൻ്റെ ഇവരുടെ ഗ്ലോബൽ മെയിൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു സംഗതി. അതായിരുന്നു ആദ്യത്തെ പ്രോഡക്റ്റ്, വളരെ ചെറുതായിട്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ വലിയ പ്രോഡക്റ്റ് ആദ്യം അക്വയർ ചെയ്യുന്നത് ഒരു ജാപ്പനീസ് കസ്റ്റമറാണ്. അത് കോൺട്രാക്ട് ചെയ്യുന്നത് 2005 ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് 2008 2008 ഏപ്രിലാണ് ആദ്യമായിട്ടത് ഗോ ലൈവ് ആകുന്നത്. ശരി.
ഇതിൻ്റെ ഇടയിൽ ഭയങ്കരമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ സംരംഭക ജീവിതത്തിൽ? Yeah. എന്തായിരുന്നു ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയത്? The number one was Swissair Group going bankrupt. 2001 end, but 2002 അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ശരിക്കും വരുന്നത്. അപ്പോഴത്തേക്കും Swissair was also a joint venture partner. 2000 മുതൽ 40%-ഓളം 40% they have the shares. അത് 2000-ലാണ്, തുടങ്ങുമ്പോഴായിരുന്നില്ല. കാരണം ഞങ്ങളുടെ വർക്ക് Swissairoട്ട് വന്ന് വി വർ ഡൂയിങ് വെരി വെൽ. ആൻഡ് അവർക്ക് ഇതുപോലെയുള്ള ഒരു കമ്പനി എന്ന് വെച്ചാൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി കമ്പനി ആയിട്ടുള്ള അസോസിയേഷൻ വാസ് വെരി സ്ട്രറ്റീജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ദാറ്റ് ഈസ് ഹൗ ദേ തോട്ട് ദേ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ആക്സസ് ടു ന്യൂവർ ടെക്നോളജീസ്. സോ ഇത് അപ്പം അവരുടെ ഡിപ്പെൻഡൻസും കൂടുതലാണ്. ആൻഡ് IBS വാസ് വെരി സ്മോൾ ആൻഡ് ദേ അവർക്കൊരു ഈ കമ്പനിയിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിന് ആയിരുന്നില്ല, ഈ കമ്പനിയിൽ ഒരു കൺട്രോൾ വേണം, അല്ലെങ്കിൽ അവരുടെ ഡെസ്റ്റിനിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരിതിലാണ് അവർ 40% ഷെയർസ് എടുത്തത്. അതിനുശേഷം ദേ വർ കമ്മിറ്റഡ് ടു ഡെവലപ്പിംഗ് ദിസ് കമ്പനി ബിക്കോസ് ഈ കമ്പനിയുടെ ഡെവലപ്മെൻറ്റ് അവരുടെ പ്രോഗ്രസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ദേ നീഡഡ് മോർ ന്യൂ ടെക്നോളജി വർക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കമ്പനി പൊട്ടിപ്പോകുന്നത്. സോ ഞങ്ങളുടെ ഒരു 60% ജോലിക്കാരും 60% കൂടുതൽ ജോലിക്കാരും സ്വിസ്സെയറിൻ്റെ പ്രോജക്റ്റുകളിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രധാന ക്ലയൻറ്റും അവരാണ്. പ്രധാന ക്ലയൻറ്റും ജോയിൻറ്റ് വെഞ്ചർ പാർട്ട്ണറും. സോ അത് വലിയൊരു ഇതായിരുന്നു. അപ്പം അന്ന് എന്നോട് എല്ലാവരും എൻ്റെ പീപ്പിൾ ഹു ആർ വെരി സിൻസിയർ ടു മീ, ദേ ഓൾ അഡ്വൈസ് മീ ടു വൈൻഡ് അപ്പ് ദ ഷോപ്പ് ബിക്കോസ് you will go bankrupt എന്നുള്ളൊരിതായിരുന്നു. But then I didn't want to do that because ഇത്രയും 5 വർഷം, that was 5 years, all of നമ്മളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മളുടെ എല്ലാ കാര്യങ്ങളും the only thing that was left was ഈ ആളുകളുടെ തലയിലിരിക്കുന്ന നോളജ് മാത്രമാണ്. That's the only thing that was there. And also ഇന്നത്തെ പോലെ അത്രയും ഈസി ഒന്നും ആയിരുന്നില്ല ആളുകൾക്ക് ജോലി കിട്ടാനായിട്ട്. So I thought I'll continue. And then അന്നാണ് പരിപൂർണമായിട്ട് because we don't have a client to work, so we thought of developing products വളരെ ആക്റ്റീവായിട്ട് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ, and that's how we started. എങ്ങനെയാണ് ഇത്രമാത്രം ഒരു പ്രൊഫഷണലൈസ് ചെയ്ത, ഇത്രമാത്രം ടെക്നോളജിക്കലി നല്ല മികവുള്ള ആൾക്കാരുള്ള ഇതെല്ലാനും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതെങ്ങനെയാണ് ഈ IBSനെ ഇങ്ങനെ ആക്കിയെടുത്തത്? എങ്ങനെയാണ്? I would say technical competence and technology is a relatively easier thing. അത് കുറച്ചുകൂടെ വളരെ ടാഞ്ചിബിൾ ആണ്, കുറച്ചുകൂടെ ഈസിയും കൂടെയാണ്. ശരിക്കും ആ DNA ആണ് what is important of the organization. The culture and the values and the importance and the priorities, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പനിയിൽ. That we were able to, and that was the number one. എൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് ഇതാണ്. We recruit people for their attitude and train them for their skills. Hire them for attitude and train them for the skills. അതാണ് നമ്മുടെ ഒരു മോട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ we want the right people coming in, and if that is met, the rest will be met. Degree varies, but then you need that kind of people. So പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്ട്രാറ്റജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് അവർ സ്ട്രാറ്റജി എന്നുള്ളത്, നമ്മുടെ വിഷനും സ്ട്രാറ്റജിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ഞങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഹെൽപ്പ് അവർ കസ്റ്റമേഴ്സ് അച്ചീവ് ദെയർ ബിസിനസ് ഗോൾസ്. ആ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. നമ്മളിപ്പം കോണ്ടസിന് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ANAക്ക് വർക്ക് ചെയ്യുക, എമിറേറ്റ്സിന് വർക്ക് ചെയ്യുക, ബ്രിട്ടീഷ് എയർവേസിന് വർക്ക് ചെയ്യുക, അമേരിക്കൻ എയർലൈൻസ്, we should know what exactly their priorities are, and we should be on the decision table, and we should be able to support them in all of those. We never ask people to make money without helping your customer. If you are helping your customer achieve, you will make money, in the sense you will meet your targets. That's very important. No, we are not, if it is not working for our customer, it will not work for us.
So everybody has to conceive that. It has to be there. So anyone who is, we do have 200 clients worldwide, and we have deep engagement with each of them. And we have local people. So if it's in Brazil, Brazilian will be there. If it's in Chile, Chilean people will be there. If it's in Japan, Japanese guys will be there. But they are all working with a global team. ഈ ഒരു കാലത്ത് കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത് Yeah. താങ്കൾ തന്നെയായിരിക്കും. പിന്നീട് ഇത് പ്രൊഫഷണൽസിനൊക്കെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ഈ പ്രൊഫഷണൽസിനെ ഇതൊക്കെ ഏൽപ്പിക്കുമല്ലോ? ഇപ്പം എല്ലാ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എന്തെങ്കിലും എൻ്റെ ജോലി കുറയുന്നോ, അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, അങ്ങനെ വല്ല ചിന്തയൊക്കെ ഉണ്ടായിരുന്നോ? So, of course, everybody is a professional, but ആദ്യമായിട്ട് ഒരു ന്യൂ CEO IBS വരുന്നത് 12 വർഷം മുമ്പാണ്. 2011. I was still very young for a CEO's job, still. But I brought a person, Rajiv Shah. അപ്പോൾ എൻ്റെ I did a bit of management education in Harvard. അപ്പം ഹാർവർഡിൽ എൻ്റെ പ്രൊഫസർ പറയുമായിരുന്നു. So I was telling him at that time, I'm planning to bring a CEO. What's your view? അപ്പോൾ പുള്ളി എന്നോട് 2-3 ഉപദേശങ്ങളായിരുന്നു. അത് വളരെ ആക്യുറേറ്റ് ആയിരുന്നു. ഒന്ന്, first thing, tell yourself that you're not going to fire him for the first 6 months regardless of whatever he does. ആദ്യത്തെ 6 മാസം you should be able to put up with him. And if you have done 12 months, you have done very good. 12 മാസം. So the reason is very simple. There isn't anything, അന്നത്തെ സമയത്ത് ഞാൻ ആദ്യം CEO, there isn't anything that I don't know in the company, or whether it is customers, whether it's technology, whether it is the work that we do, or the people. So even before, so pudhiyoru CEO, he doesn't know any of this. He's completely new. So when he is discussing something, he's coming to me. Even before he completes the first sentence, I have the solution. Because you are deeply in it. എല്ലാം അറിയാലോ നമുക്ക്. And in many occasions, he may not get the whole thing right. And you will be annoyed, you will not be happy about it. Do you understand? So that's where you have to observe restraint, to understand that he will take time, you should, and I have to keep telling myself that the only job that I have is to help him to be effective. And also I think I delegate heavily. I can delegate the moment I know I have the confidence, and that's how it. So when you know that people can work independently, I'm very happy that they do independently, and that's the only way we scale up. And fortunately, I didn't have any bad experiences that way. ഇപ്പം എന്തൊക്കെ ചെയ്യുന്നുണ്ട് കമ്പനിയുടെ, എന്തെല്ലാം കാര്യങ്ങൾ നോക്കുന്നുണ്ട്? So IBM is at operations level is fully. We have a management team. We have a CEO, Anand Krishnan. He looks after the company's operations, management, with very little need for me to intervene. Having said that, of course, I have an executive role. The primarily 2-3 things that I focus on. I give commitment to the vision and the strategy of the company. It's important. So somebody has to be. ഇപ്പോഴും ആ വിഷന് ഭയങ്കര ത്രസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ. That's important for any company. And അത് പ്രത്യേകിച്ച് നമ്മൾ വലുതാവുമ്പോൾ, കമ്പനി കൂടുതൽ വലുതാവുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആ ദീർഘവീക്ഷണം ഇല്ലെങ്കിൽ, ബിക്കോസ് യു കനോട്ട് ടിൽറ്റ് ആൻഡ് ടേൺ ആൻഡ് സോ ഈസിലി, അത്രയും നിമ്പിളായിരിക്കില്ല നമ്മൾ വലുതാവും തോറും കമ്പനി കൊണ്ടുവരുമ്പോൾ. സോ ഡിറക്ഷനും സ്ട്രാറ്റജിയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അതൊന്ന്. Then of course IBS we are what we are also because of our very eminent board. ഒരു പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനിയുടെ ഒരു ബോർഡ് പോലത്തെ ഒരു ബോർഡാണ്. ഗ്ലോബൽ ആയിട്ടുള്ള അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, ഉദാഹരണത്തിന് ഡഗ്ലസ് സ്റ്റീൻലൻഡ്, he was just before the
chairman of AIG, and before he was 8 years, 10 years, he was the CEO of Northwest Airlines. It was one of the biggest airlines in the world. അങ്ങനെയൊക്കെയുള്ള ഗിരീഷ് പരഞ്ച്പേ, വിപ്രോയുടെ CEO, ഈസ് ഇൻ മൈ ബോർഡ്. ട്രാവൽ പോർട്ടിൻ്റെയും അതുപോലെ കോണിയുടെ ഗ്ലോബൽ CEO ആയിരുന്ന അർമിൻ മായർ ഈസ് ദെയർ. അപെക്സ് ആവലൻ കൺസൾട്ടിംഗ് ചെയർമാൻ ഗ്ലോബൽ, ഹീസ് ഇൻ ദ ബോർഡ്. അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്ട്രീംലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ബോർഡൊക്കെ അവരുടെ ഇൻപുട്സ്, റിസോഴ്സ്ഫുൾനെസ്, ഹൗ ടു യൂട്ടിലൈസ്, അതൊക്കെ ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. സോ സ്റ്റിൽ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുബായിൽ സ്ഥിരതാമസമാക്കിയത്? ഇങ്ങനെ അതൊരു ഇത്രയും ഒരു നോട്ടബിളായിട്ട് വന്നത് ഈ കോവിഡ് സമയത്തായിരുന്നു. ആ കോവിഡ് സമയത്ത് നമ്മൾ അവിടെയായിരുന്നു. ആൻഡ് ഐ വുഡ് സേ ഇറ്റ് വാസ് ഓൾസോ റിലേറ്റീവ്ലി ലെസ് കൺസ്ട്രെയിനിങ്. കാരണം ദുബായ് ഒരു ചെറിയ സ്ഥലമായതുകൊണ്ടും ആളുകൾ കുറച്ചുകൂടെ സ്ട്രിക്റ്ററായിട്ട് റെഗുലേഷൻസൊക്കെ ഉള്ളതുകൊണ്ടുമൊക്കെ ആ കോവിഡ് സമയം നമുക്ക് അത്ര ഒരു മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യ ഓൾസോ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലെസ് കൺസ്ട്രെയിനിങ് ആയിരുന്നു. ഇപ്പോൾ അവിടെ തുടങ്ങാനുള്ള തന്നെ ഒരു പ്രധാന റീസൺ, നൗ ഫോർ മീ ദുബായ് എന്ന കണക്ടിവിറ്റിയുടെ ഒരു ഇതാണ്. ഐ ക്യാൻ പ്രിറ്റി മച്ച് റീച്ച് എനിവെയർ നോൺ സ്റ്റോപ്പ് ഫ്രം ദുബായ്. സോ ഒരു കുറച്ചുകൂടെ കൺവീനിയൻസും കൂടെയാണ്. ഇന്ത്യ ഈസ് 2.5-3 hours ഡിസ്റ്റൻസേ ഉള്ളൂ. സോ ഇറ്റ്സ് ആൻഡ് അത് തന്നെയല്ല, അത്രയ്ക്കുള്ള എൻ്റെ ഒരു ഒഫീഷ്യലായിട്ടൊരു അറ്റൻഷൻ്റെ അത്ര ആവശ്യം കുറഞ്ഞിട്ടുണ്ടല്ലോ. സംരംഭം തുടങ്ങിയ കാലത്തിനേക്കാളും എത്രമാത്രം കേരളത്തിലെ ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെട്ടിട്ടുണ്ട്? ഒരു 10-ൽ എത്ര മാർക്ക് കൊടുക്കും കേരളത്തിലെ ബിസിനസ് അന്തരീക്ഷത്തിന്? സോ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കിയാൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ പണ്ടത്തേതെന്ന് വെച്ചാൽ. ഞാൻ ടെക്നോ പാർക്കിലൊക്കെ വരുന്ന ആ സമയം വെച്ചാൽ, അന്നെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് പോലും ഇല്ല അന്നത്തെ ആ സമയത്ത്, ഗൂഗിളില്ല ആ കാലഘട്ടത്തിൽ. അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഗവൺമെൻറ് വൺ ആഫ്റ്റർ അനദർ, പർട്ടിക്കുലർലി ഈ ഗവൺമെൻറ് ആദ്യത്തെ ടൈമിലെല്ലാം കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒത്തിരി ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ ഒത്തിരി ഇനിഷ്യേറ്റീവ് എടുത്ത ചീഫ് മിനിസ്റ്ററും ടീമും ഒക്കെ എത്രമാത്രം അത് ഗ്രൗണ്ടിൽ കൺവേർട്ട് ചെയ്തു എന്നുള്ളത് അത് അറിയണമെങ്കിൽ എക്സിസ്റ്റിംഗ് ഇവിടെ വ്യവസായം നടത്തുന്ന ആളുകളോട് ചോദിക്കണം എത്രമാത്രം. ഇപ്പോഴും പല ഹിൻഡ്രൻസസുകളൊക്കെ ഉണ്ട്. കുറച്ച് റെഗുലേറ്ററി മാറ്റേഴ്സിൻ്റെ ഇതും പിന്നെ ദ അതർ ഇൻ്റർഫറൻസ്, അത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഭാഗമാണ്. എല്ലാ മലയാളിയുടെ മനസ്സിൽ വേണം ഇവിടെ സക്സസ്ഫുള്ളായിട്ട് ഒരു സംരംഭം നടത്തുന്ന ആളെ സ്തുതിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു ഡു ബിസിനസ് ആൻഡ് വി നീഡ് മോർ സക്സസ്ഫുൾ ബിസിനസ്. അവിടെ നിന്നാണ് നമുക്ക് ടാക്സ് വരിക, അവിടെ നിന്നാണ് നമുക്ക് നല്ല ജോലികൾ ഉണ്ടാവുക. ആൻഡ് സോ എവറി പഞ്ചായത്ത്, every taluk, every municipality, corporation, the whole state, only one objective, more successful entrepreneurs. And how many jobs I have created. ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറുടെ നമ്പർ 1 ചോദ്യമാണ്, how many jobs got created and what did you do to, and how many new enterprises came. ഇത് മാത്രമായിരിക്കണം നമ്പർ 1 റിവ്യൂ. If I am sitting to review, this is what I want to hear. എനിവെയർ എനിത്തിങ് ദാറ്റ് ഈസ് ആക്ച്വലി ഓരോ ഓൺടർപ്രണർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള 3 ഡേറ്റ പോയിൻറ്റ്സ്. ഒന്ന്, നമ്മുടെ അൺഹെൽത്തി മൈഗ്രേഷൻ. നമ്മുടെ കുട്ടികൾ, ഓൾ ഓഫ് ദി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആൻഡ് ഫോർ എഡ്യൂക്കേഷൻ, അവർ പുറത്തേക്ക്. ഇൻ്റർസ്റ്റേറ്റ് ട്രേഡ് ഡെഫിസിറ്റ് 1 ലക്ഷം കോടി. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ 3 വർഷം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.35%. ഇത് 3 ഒരു നല്ല പ്രോഗ്നോസിസ് അല്ല. എത്രയെല്ലാം അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടും, അവർ അച്ചീവ്മെൻറ്റ് ഇസ് അവർ HDI, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഇൻ്റർനെറ്റ് പെനിട്രേഷൻ, സ്മാർട്ട് ഫോൺ പെനിട്രേഷൻ, അതുപോലെ ഏറ്റവും ലോവസ്റ്റ് പോവർട്ടി, ബെസ്റ്റ് ഗവർണൻസ്, ഇതെല്ലാം നമുക്കുണ്ട്. ബട്ട് സ്റ്റിൽ വാട്ട് ഈസ് ദ പ്രോഗ്നോസിസ്? മുമ്പോട്ടുള്ള വഴി എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാർ റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ്, അല്ലേ? ഈ ഒരുപാട് യുവ സംരംഭകർ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ യുവ സംരംഭകരോടും ഈ വിദ്യാർത്ഥികളോടും പറയാനുള്ള, ഇത്രയും കാലത്തെ ഈ സംരംഭക ജീവിതത്തിൽ നിന്ന് പറയാനുള്ള കാര്യം എന്താണ്, ഉപദേശം എന്താണ് അവർക്ക് കൊടുക്കാനുള്ളത്? സോ
വി ക്യാൻ ഓൺലി സേ ഫ്രം അവർ ഓൺ എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പീരിയൻസ് എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്ന്, പർപ്പസ്, ഒരു സംരംഭത്തിൻ്റെ പർപ്പസ് അത് നമുക്ക് പൈസ ഉണ്ടാക്കാനാണെന്നുള്ള ഒരു ധാരണയിൽ പോകാതിരിക്കുക. കാരണം ദർ ഇസ് നോബഡി സിറ്റിംഗ് ദെയർ ടു ഗിവ് യു മണി. ദേ ആർ ഓൾ സിറ്റിംഗ് ദെയർ ഇഫ് യു ഹാവ് എ വാല്യുബിൾ സർവീസ് ടു ഗിവ്. ഏതെങ്കിലും ഒരു സർവീസ് വാല്യുബിൾ ആയിട്ടുള്ളത്. സോ പർപ്പസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഗുണമെന്നുള്ളതാണ് ഏറ്റവും ഇത്. ബെനഫാക്ടർക്ക് എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് എന്ത് ബെനിഫിറ്റ് എന്നുള്ളത്. ദെൻ ഫോക്കസ്. ഒരു ഓൺട്രപ്രണറുടെ ജീവിതം ഒരു സ്മൂത്ത് സെയിലൊന്നുമല്ല. ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് വൺ. ബിസിനസ് ഈസ് വെരി ടഫ്. പക്ഷേ ആൻഡ് വി ഹാവ് ഓൺലി സോ മച്ച് എനർജി. സോ ഫോക്കസ്. ഡോണ്ട് ട്രൈ ടു ബോയിൽ ദ ഓഷൻ ബട്ട് ട്രൈ ടു ഫോക്കസ്. വി ഹാവ് ഓൺലി സോ മച്ച് എനർജി ആൻഡ് നോ മോർ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. പിന്നെ രണ്ടാമത്തെ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഹൗ ഡു വി എക്സിക്യൂട്ട്, നമ്മളെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. വിഷൻ വിത്തൗട്ട് എക്സിക്യൂഷൻ ഒരു ഹാലൂസിനേഷൻ്റെ വേറൊരു പദമാണത്. സോ നമ്മൾ ഹാലുസിനേറ്റ് ചെയ്യുന്നതും ഇത്. സോ എക്സിക്യൂഷൻ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് സോ മെനി, ബട്ട് വാട്ട് എവർ ലിറ്റിൽ ദറ്റ് യു ആർ ഡൂയിങ്, എക്സിക്യൂട്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കൾച്ചർ. യു ഹാവ് ഒരു വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ളൊരു കൾച്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൾച്ചറിൻ്റെ ഏറ്റവും വലുത് വാല്യൂ സിസ്റ്റംസാണ്. അത് ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് വാട്ട് ഐ വുഡ് tell them. Now, if you really want to have, on a technical basis, if you want to do something, I will say focus vertically then horizontally. What I mean to say is, ഈ ഫോക്കസിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഇപ്പം ഒരു മൈക്രോസോഫ്റ്റ് പോലെ ലോകത്ത് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു സംഗതിയെ പോലെ ആവുന്നതിനേക്കാളും എളുപ്പം ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് അവിടെ ഒരു എക്സ്പെർട്ട് ആവുക എന്നുള്ള ഒരു. അതുപോലെ തന്നെ ഫൈൻഡ് മെൻറ്റേഴ്സ്. And also, most important to have an investor, not even when you don't need money, because an investor coming, he will help you become a better company. I am a very positive person. And the comfort adana. And I don't want to find fault with other people. I don't like discussing. കാരണം എൻ്റെ നോട്ടത്തിൽ എല്ലാ ആളുകളിലും കുറച്ച് പോസിറ്റീവൊക്കെ ഉണ്ട്. ലെറ്റ്സ് ആക്ച്വലി ഡിസ്കസ് ദാറ്റ് എന്നുള്ളതാണ്. ഐ യൂസ് ടു ബി എ സ്മോക്കർ and an intense smoker until 2002, and I stopped in 2002. That's one habit I gave up. I'm a big admirer of Steve Jobs, and not because of the success of what he has actually built, but പുള്ളിയുടെ ഒരു ജീവിതത്തിനോടുള്ള ഒരു അപ്രോച്ചിൻ്റെ ഇതിനകത്ത് പുള്ളി ഒരു ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. ദ വേൾഡ് ദാറ്റ് വി ഹാവ് ക്രിയേറ്റഡ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് അവർ തിങ്കിങ്, ആൻഡ് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ഇറ്റ് യു ഹാവ് ടു ചേഞ്ച് യുവർ തിങ്കിങ് എന്നുള്ളതൊരു ആബ്സല്യൂട്ട് വസ്തുതയാണ്.